भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ ഏകത്രിംശോऽധ്യായ. ശ്രീശുക ഉവാച. അധ തത്രാഗമൽബ്രഹ്മാ ഭവാന്യാ ച സമംഭവ മഹേന്ദ്രപ്രമുഖാ ദേവാ മുനയഃ സപ്രജേശ്വരാ പിതരഃ സിദ്ധഗന്ധർവാ വിദ്യാധരമഹോരഗാ ചാരണായക്ഷരക്ഷാംസി കിന്നരാപ്സരസോദ്വിജാ ദ്രഷ്ടുകാമാ ഭഗവതോ നിർയാണം പരമോത്സുകാ ഗായന്തശ്ച ഗൃണന്തശ്ച ശൗരേ കർമാണി ജന്മ ച വവൃഷു പുഷ്പവർഷാണി വിമാനാവലിഭിന്നഭ കുർവന്ത സങ്കുലം രാജൻ ഭക്ത്യാ പരമയായുതാ ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭു സംയോജ്യാത്മനി ചാത്മാനം പത്മനേത്രേ ന്യമീലയൽ ലോകാഭിരാമാം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേയാദഗ്ധ്വാ ധാമാവിശൽസ്വകം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ദേവകീ വസുദേവർ തന്മുന്നിൽ ദേവദേവനോ പുത്രനായി വന്നു. ദേവി ഭൂമി തൻ
ദുഃഖങ്ങൾ തീർത്തു വിണ്ണിലേക്കുണ്ണി മെല്ലെ മടങ്ങി. അമ്പാടി തന്നിൽ നന്ദജനായി അമ്മക്കേക്ക് നീ അച്യുത സ്നേഹം. ആയർ പെൺകളിൽ പ്രേമം ചൊരിഞ്ഞു വിണ്ണിലേക്കുണ്ണി മെല്ലെ മടങ്ങി. ചന്ദ്രവംശത്തിൽ സൂര്യനായി മിന്നി മിത്രമായി തീർന്നു ഭക്തർക്കു നിത്യം. യുദ്ധഭൂമിയിൽ തേരാളിയായി കണ്ണനാമുണ്ണി മെല്ലെ മടങ്ങി. കൂട്ടുകാരൊത്തു കാട്ടിൽ കളിച്ചു കൂനിപ്പെണ്ണിനെ സുന്ദരിയാക്കി. കൂട്ടുകാരനെ പൂജിച്ചു ഭക്ത്യാ കണ്ണനാമുണ്ണി മെല്ലെ മടങ്ങി. ദേവിമാരെ കുടിവച്ചു കൃഷ്ണൻ ഉദ്ധവനേകി ആത്മപ്രകാശം. വേടൻ തന്നെ അമ്പേറ്റുമോദാൽ വേദരൂപനോ മെല്ലെ മടങ്ങി. 100 പിന്നെ 25 നീണ്ട വർഷങ്ങൾ ലീലകളാടി മാനവഭാവം മെല്ലെ അഴിച്ചു വൈകുണ്ഠത്തിലേക്കുണ്ണി മടങ്ങി. ഭക്തന്മാരുടെ ഹൃത്തടം തന്നിൽ നിത്യദീപമായി കണ്ണൻ നിറഞ്ഞു. അക്ഷരമായി ഭാഗവതത്തിൽ രക്ഷ ചെയ്യുന്നു ഇന്നും ഭഗവാൻ. മാമക ചിത്തം മോഹിപ്പു കണ്ണാ കണ്ണാ മാമക ചിത്തം മോഹിപ്പു കണ്ണാ. താവകരൂപം ഒന്നു കണ്ടിടാൻ എന്നു വന്നിടുമെൻ മുന്നിൽ കണ്ണാ. വന്നിടുമെന്നു നിശ്ചയം നാഥ. ശ്രീമദ്ഭാഗവതം തന്നെ കൃഷ്ണൻ നിത്യം പാടുക ശ്രീകൃഷ്ണനാമം. ഹരേ കൃഷ്ണ കാരുണ്യസിന്ധോ പവനപുരപതേ ഗുരുവായൂരപ്പ ഭാഗവതമൂർത്തേ ഹരേ. എന്നു വന്നിടുമെൻ മുന്നിൽ കണ്ണാ. വന്നിടുമെന്നു നിശ്ചയം നാഥ. ശ്രീമദ്ഭാഗവതം തന്നെ കൃഷ്ണൻ നിത്യം പാടുവിൻ ശ്രീകൃഷ്ണനാമം.
ശ്രീധര ഹരേ മാധവ വിഷ്ണു ശ്രീപതേ മമ മുന്നിലെത്തേണേ. കണ്ണനാമുണ്ണി 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 കാരുണ്യമൂർത്തി കണ്ണനാമുണ്ണി 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 കാരുണ്യമൂർത്തി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദിവിദുന്ദുഭയോ നേതു പേതുഃ സുമനസശ്ചഘാത് സത്യം ധർമ്മോ ധൃതിർഭൂമേ കീർത്തിശ്രീശ്ചാനുതം യയു. ദേവാദയോ ബ്രഹ്മമുഖ്യാ ന വിശന്തം സ്വധാമനി അവിജ്ഞാതഗതിം കൃഷ്ണം ദദൃശുശ്ചാതിവിസ്മിതാഃ. സൗദാമന്യാ യഥാകാശേ യാന്ത്യാഹിത്വാഭ്രമണ്ഡലം ഗതിർന ലക്ഷ്യത്തെ മർത്യൈസ്തഥാ കൃഷ്ണസ്യ ദൈവതൈ. ബ്രഹ്മരുദ്രാദയസ്തേ തോ ദൃഷ്ട്വാ യോഗഗതിം ഹരേ വിസ്മിതാസ്താം പ്രശംസന്ത സ്വം സ്വം ലോകം യയുസ്തദാ. രാജൻ പരസ്യ തനുഭൃജ്ജനനാപ്യയേഹ മായാവിഡംബനമവേഹി യഥാ നടസ്യ സൃഷ്ട്വാത്മനേദമനുവിശ്യ വിഹൃത്യ ചാന്തേ സംഹൃത്യ ചാത്മമഹിനോ പരതഃ സ ആസ്തേ. മർത്യേനയോ ഗുരുസുതം യമലോകനീതം ത്വാം ചാനയച്ഛരണദ പരമാസ്ത്രദഗ്ധം ജിഗ്യേന്ദകാന്തകമപീശമസാവനീശ. കിം സ്വാവനേ സ്വരനയൻ മൃഗയം സദേഹം. തഥാപ്യശേഷസ്ഥിതിസംഭവാപ്യയേഷു അനന്യഹേതുർയദശേഷശക്തിധൃഗ് നൈച്ഛൽ പ്രണേതും വപുരത്ര ശേഷിതം മർത്യേന കിം സ്വസ്ഥഗതിം പ്രദർശയൻ. യേതാം പ്രാതരുദ്ധായ കൃഷ്ണസ്യ പദവിം പരാം പ്രയതഃ കീർത്തയേൽ ഭക്ത്യാ താമേവാപ്നോത്യനുത്തമാം. ദാരുകോ ദ്വാരകാമേത്യ വസുദേവോഗ്രസേനയോ പതിത്വാ ചരണാവസ്രൈന്യഷിഞ്ചൽ കൃഷ്ണവിച്യുത. കഥയാമാസ നിധനം വൃഷ്ണീനാം കൃഷ്ണശോ നൃപ. തച്ഛ്രുത്വോദ്വിഗ്നഹൃദയാ ജനാ ശോകവിമൂർച്ഛിതാ. തത്ര സ്മത്വരിതാ ജഗ്മു കൃഷ്ണവിശ്ലേഷവിഹ്വലാ. വ്യസവശ്ശേരത്തെ യത്ര ജ്ഞാതയോ ഘ്നന്ദ ആനനം. ദേവകീ രോഹിണീ ചൈവ വസുദേവസ്തഥാ സുതൗ കൃഷ്ണരാമാവപശ്യന്ത ശോകാർത്താ വിജഹുസ്മൃതിം. പ്രാണാംശ്ച വിജഹുസ്തത്ര ഭഗവദ്വിരഹാതുരാ.
ഉപഗുഹ്യപതിം സ്ഥാത ചിതാമാരുരുഹു സ്ത്രിയാ രാമപത്ന്യശ്ച തദ്ദേഹമുപഗുഹ്യാഗ്നിമാവിശൻ വസുദേവപത്ന്യസ്തദ്ഗാത്രം പ്രദ്യുമ്നാദീൻ ഹരേ സ്നുഷാം കൃഷ്ണപത്ന്യോവിശന്നഗ്നിം രുക്മിണ്യാദ്യാസ്തദാത്മികാ അർജുനപ്രേയസഖ്യു കൃഷ്ണസ്യ വിരഹാതുരാ ആത്മാനം സാന്ത്വയാമാസ കൃഷ്ണഗീതൈ സദുക്തിഭി ബന്ധൂനാം നഷ്ടഗോത്രാണാമർജുന സാംബരായികം ഹതാനാം കാരയാമാസ യഥാവദനു പൂർവശാ ദ്വാരകാം ഹരിണാ ത്യക്താം സമുദ്രോപ്ലാവയൽ ക്ഷണാൽ വർജയിത്വാ മഹാരാജ ശ്രീമദ്ഭഗവദാലയം നിത്യം സന്നിഹിതസ്തത്ര ഭഗവാൻ മധുസൂദന സ്മൃത്യാശേഷാശുഭരം സർവമംഗളമംഗളം സ്ത്രീബാലവൃദ്ധാനാദായ ഹതശേഷാൻ ധനഞ്ജയ ഇന്ദ്രപ്രസ്ഥം സമാവേശ്യ വജ്രം തത്രാഭ്യഷേചയൽ ശ്രുത്വാ സുഹൃദ്വധം രാജന്നർജുനാത്തെ പിതാമഹ ത്വാം തു വംശധരം കൃത്വാ ജഗ്മു സർവേ മഹാപഥം യേതൽ ദേവദേവസ്യ വിഷ്ണോ കർമാണി ജന്മ ച കീർത്തയേൽ ശ്രദ്ധയാമർത്യ സർവപാപൈ പ്രമുച്യത്തെ ഇത്തം ഹരേർഭഗവതോ രുചിരാവതാരവീര്യാണി ബാലചരിതാനി ച ശന്തമാനി അന്യത്ര ചേഹ ച ശ്രുതാനി ഗൃണൻ മനുഷ്യോ ഭക്തിം പരാം പരമഹംസഗതൗ ലഭേത. ശ്രീഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഭഗവതസ്വധാമഗമനം നാമ ഏകത്രിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണം ഭാസ്വൽ കിരീടാംഗദവലയകലാകൽപഹാരോദരാഘ്രിം ശ്രോണീഭൂതം സ്വവക്ഷോമണിമകരമഹാകുണ്ടലാമണ്ഡിതാസ്യം ഹസ്തോദ്യച്ഛങ്കചക്രാംബുജഗദമമലം പീതകൗശേയവാസം വിദ്യുദ്ഭാസം സമുദ്യദ്ദിനകരസദൃശം പത്മസംസ്ഥം നമാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര പൂജയിൽ ഇന്ന് 897 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ്ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 31 അധ്യായം ഭഗവാന്റെ സ്വധാമഗമനം എന്നുള്ള രംഗം ഉൾപ്പെടുന്ന അധ്യായം, ശ്രീകൃഷ്ണ ലീലകൾ സമർപ്പിക്കപ്പെടുന്ന അധ്യായം. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമേറിയൊരു ഭാഗം അതാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ദശമസ്കന്ധത്തിലും ഏകാദശ സ്കന്ധത്തിലുമുള്ള 90, 31, 121 അധ്യായങ്ങളിലൂടെയാണ് 125 വർഷക്കാലം കപടമാനുഷവേഷം കെട്ടിയാടിയ ഭഗവാന്റെ
ലീലകളും ഏറ്റവും തത്വജ്ഞാനത്തെ ലോകത്തിന് പകരുന്ന വാണികളും ഒക്കെ നമ്മൾ കേട്ടത്. ഇവിടെ ശിശുബ്രഹ്മർഷി പറയുന്നു, അധ തത്രാഗമത് ബ്രഹ്മ ഭവാന്യാച സമംഭവ മഹേന്ദ്ര പ്രമുഖാദേവാ മുനയ സപ്രജേശ്വര. അധ അനന്തരം, മംഗളസൂചകമാണ് അധ എന്ന ശബ്ദം തന്നെ. തത്ര അവിടെ ബ്രഹ്മാവും ഭവാന്യാ സമംഭവ ച ഭവാനിയോടുകൂടി പാർവതിയോടുകൂടിയ ആ പരമേശ്വരനും മഹേന്ദ്ര പ്രമുഖാഹ ദേവേന്ദ്രൻ മുതലായ ദേവാഹ ദേവന്മാരും സപ്രജേശ്വര പ്രജാപതികളോടുകൂടിയ മുനേഹ മുനികളും ആഗമത് അവിടേക്ക് വന്നു ചേർന്നു. ഭഗവാൻ സ്വധാമത്തിലേക്ക് യാത്രയാകുന്നു. ഈ മനുഷ്യലോകത്തെ ഭഗവാൻ ഉപേക്ഷിക്കുകയാണ്, വൈകുണ്ഠത്തിലേക്ക് എത്തുകയാണ് എന്ന രീതിയിൽ. പണ്ട് ദേവന്മാരെ യാദവന്മാരാക്കി, ഇപ്പോ യാദവന്മാരെ വീണ്ടും ദേവന്മാരാക്കി മാറ്റി. യാദവൻ ദേവൻ അല്ലേ? ആരാണോ ദേവന്മാര് ആയിട്ടുള്ളത് അല്ലേ, യാദവൻ എന്നുള്ള പേര്. അങ്ങനെയുള്ള ആ യാദവന്മാരൊക്കെ ഇപ്പൊ ദേവന്മാരായി മാറി. എല്ലാവരും സനകാദിയോഗീശ്വരന്മാര്, ദേവേന്ദ്രൻ തുടങ്ങിയവര്, മരീചി, അത്രി, അങ്കിരസ് തുടങ്ങിയ പ്രജാപതിമാര്, ഉമാമഹേശ്വരന്മാര്, ബ്രഹ്മാവ് എന്നിവരൊക്കെ അവിടെ വന്നു. പിതരസിദ്ധ ഗന്ധർവാ വിദ്യാധരമഹോരഗാം ചാരണായക്ഷരക്ഷാംസി കിന്നരാപ്സരസോ ദ്വിജാഹ. പിതരഹ പിതൃദേവന്മാര്, സിദ്ധഗന്ധർവാഹ സിദ്ധന്മാര് ഗന്ധർവന്മാര്, വിദ്യാധര മഹോരഗ വിദ്യാധരന്മാര് മഹാസർപ്പങ്ങള്, ചാരണന്മാര് യക്ഷന്മാര് രക്ഷസ്സുകള്, കിന്നരന്മാര് അപ്സരസ്സുകള്, ദ്വിജാഹ അത് പക്ഷികളെന്നും ബ്രാഹ്മണർ എന്നും. അപ്പൊ ഗരുഡ ലോകത്തിലുള്ള പക്ഷികളും മൈത്രേയൻ തുടങ്ങിയ ബ്രാഹ്മണന്മാരും ഇവരൊക്കെ അവിടെ എത്തി. അവരൊക്കെ എന്തിനാ വന്നത്? ദ്രഷ്ടുകാമാ ഭഗവതോ നിര്യാണം പരമോത്സുക ഗായന്തശ്ച ഗൃണന്തശ്ച ശൗരേ കർമാണി ജന്മച. എന്തിനു വേണ്ടിയിട്ടാ? ഭഗവതഃ നിര്യാണം ദ്രഷ്ടുകാമ ഭഗവാന്റെ ആ നിര്യാണത്തെ സുധാമഗമനത്തെ കാണാനായിട്ട് അവരെങ്ങനെ വന്നു? പരമോത്സുക ഏറ്റവും ഉത്സാഹമുള്ളവരായിട്ട്. നമ്മളൊക്കെ മരണത്തിന്റെ സമയത്ത് തളർന്നു പോകും. ഇവിടെ അങ്ങനെയല്ല. ഭഗവാന്റെ പ്രത്യേകത അതാണ്. ഭഗവാന്റെ ജനനം മുതൽ സുധാമഗമനം വരെ ആനന്ദം മാത്രമാണ്. സാന്ദ്രാനന്ദ അവബോധാത്മകം സാന്ദ്രാനന്ദതനോ, ആ ആനന്ദരൂപ എന്നൊക്കെ പട്ടേരിപ്പാട് പറയുന്നുണ്ട് അല്ലേ? ഇപ്പൊ സ്വസ്ഥാനത്തിലേക്ക് ഭഗവാൻ തിരിച്ചു പോകുമ്പോ അത് കാണാനുള്ള ആഗ്രഹത്തോടു കൂടി അവരൊക്കെ എത്തിച്ചേർന്നു. ഭഗവാന്റെ അവതാര മാഹാത്മ്യങ്ങള്, ഭഗവാൻ ആടിയ ദിവ്യമായ ലീലകള്, ഇതിനെയൊക്കെ കുറിച്ചൊക്കെ പാടുകയും ആടുകയും ചെയ്തുകൊണ്ട് ദേവന്മാര് അവിടേക്ക് എത്തിച്ചേർന്നു. ദേവന്മാരും മറ്റുള്ളവരും. വവൃഷു പുഷ്പവരിഷാണി വിമാനാവലിഭിന്നഭ കുറുവന്ത സങ്കുലം രാജൻ ഭക്തിയാ പരമയായുത. വിമാനാവലിഭി വിമാനസമൂഹങ്ങൾ, നിരവധി വിമാനങ്ങൾ ആ നഭ ആകാശത്തെ സങ്കുലം തിങ്ങിയതായിട്ട് കുറുവന്ത ചെയ്തുകൊണ്ട് പരമയാ ഭക്തിയായുത ഉത്കൃഷ്ടമായ ഭക്തിയോടുകൂടി രാജൻ രാജാവെ പുഷ്പവരുഷാണി വവൃഷു അവരൊക്കെ പുഷ്പവർഷം ചെയ്തു, പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറയുന്നു. പ്രഭാസ തീർത്ഥക്കരയിൽ ആ ആൽമരച്ചുവട്ടിലിരിക്കുന്ന ഭഗവാനെ ഉദ്ദേശിച്ചും കൊണ്ട് ആകാശവീഥികളിൽ ദേവകിന്നരാദികൾ വിമാനങ്ങൾ കൊണ്ട് ആകാശത്തെ നിറയ്ക്കുക മാത്രമല്ല, അവർ ആകാശത്തിലിരുന്നു കൊണ്ട് വിമാനത്തിലിരുന്നു കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു ഭഗവാനെ. ഭഗവാനോ ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ സംയോജ്യാത്മനിജാത്മാനം പത്മനേത്രേ ന്യമീലയത്. വിഭൂ സർവവ്യാപകനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പിതാമഹം ബ്രഹ്മാവിനെയും ആത്മനഹ വിഭൂതി തൻ്റെ വിഭൂതികളെയും വീക്ഷ്യ കണ്ടിട്ട് ആത്മനി ആത്മാനം സംയോജ്യ ആത്മാവിൽ മനസ്സിനെ സംയോജിപ്പിച്ചിട്ട് പത്മനേത്രേ ന്യമീലയിൽ താമരപ്പൂ പോലുള്ള
ആ കണ്ണുകളെ മെല്ലെ ഭഗവാൻ അടച്ചു. തൻ്റെ അംഗഭൂതന്മാരായ ബ്രഹ്മാവ്, ദേവേന്ദ്രൻ തുടങ്ങിയവരൊക്കെ ഭഗവാൻ അങ്ങനെ കണ്ടു. മനസ്സിനെ തന്നിൽ തന്നെ ലയിപ്പിച്ചു. ആ കണ്ണുകൾ ഭഗവാൻ മെല്ലെ അടച്ചു. ദേവന്മാര് ഭഗവാനെ അവരവരുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു എന്നാണ്. പക്ഷേ എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് ഭഗവാൻ നേരെ എങ്ങോട്ട് പോയി? വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ്. സമാധിയിലൊക്കെ ഉള്ളതുപോലെ കണ്ണുകളങ്ങനെ അടച്ചു. ഭഗവാന് സമാധിയൊന്നുമില്ല അല്ലെ? ജനന മരണങ്ങൾക്ക് അതീതനായിട്ടുള്ള ആളാണ് ഭഗവാൻ, നിത്യസത്യമാണ് ഭഗവാൻ. എങ്കിലും തൻ്റെ കണ്ണുകളെ മെല്ലെ അടച്ചു. ലോകാഭിരാമാം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാജ്ഞേയാദഗ്ധ്വാ ധാമാവിശൽ സ്വകം. ലോകാഭിരാമാം, ലോകത്തെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ധാരണാധ്യാനമംഗളം, ധാരണയ്ക്കും ധ്യാനത്തിനും മംഗളകരമായിരിക്കുന്ന സ്വതനും, തൻ്റെ ശരീരത്തെ, അഗ്നിയ, അഗ്നിയെ സംബന്ധിച്ച യോഗധാരണയ, യോഗധാരണ കൊണ്ട് അദഗ്ധ്വാ, ദഹിപ്പിക്കാതെ, സ്വകം ധാമ ആവിശൽ, തൻ്റെ ധാമത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പൊ ഭഗവാന്റെ ദിവ്യമായ ശരീരം അഗ്നിധാരണ കൊണ്ട് ഭഗവാൻ ദഹിപ്പിച്ചില്ല, സ്വസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. സാധാരണ യോഗികൾ എന്താ ചെയ്യുക? മൂലാധാരത്തിലുള്ള അഗ്നിയെ ധാരണ കൊണ്ട് ഉജ്ജ്വലിപ്പിച്ച് ദേഹത്തെ ഭസ്മമാക്കി പരമഗതി നേടും. ഭഗവാൻ അങ്ങനെയല്ല. ഈ ദിവ്യവിഗ്രഹത്തെ ധ്യാനിക്കുന്ന ആളുകൾക്ക് എന്നും പ്രത്യക്ഷമായിട്ട് ഇത് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ആ ദിവ്യ ശരീരത്തോടു കൂടി തന്നെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയതാണ്. അല്ലെങ്കിൽ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാതെ സ്വശക്തിയാൽ ലോകങ്ങളുടെ സാധാരണ ദൃഷ്ടിയിൽ നിന്ന് ഭഗവാൻ തൻ്റെ ശരീരത്തെ മറച്ചു. ഇപ്പൊ ഏതായാലും വിരോധമില്ല. ഭഗവാൻ അവിടെ നിന്നതാ യാത്രയായി എന്ന് പറയുന്ന ആ 6ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് ശ്രീ ശിവബ്രഹ്മശ്രീ പറഞ്ഞു തരുന്നിടത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പൊന്നുഗുരുവായൂരപ്പനായി, ഭാഗവത സൂര്യനായി, കരയുന്ന ഭക്തനെ കരകയറ്റുന്ന കാരുണ്യസ്വരൂപനായി മിന്നുന്ന ആ ചൈതന്യമൂർത്തിയുടെ ചരണാരവിന്ദങ്ങളിൽ നമുക്കും നമസ്കരിക്കാം. എല്ലാവരെയും ഭഗവാൻ എല്ലായ്പ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ അനുഗ്രഹം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി
സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.